അന്ന് സുരേഷ് വർമ്മ തന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം രാത്രി തന്റെ ഫിയാറ്റ് കാറിൽ വീട്ടിലേക്ക് മടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിന്റെ മുമ്പിലെത്തിയ അയാൾ ഗേറ്റ് തുറക്കുവാനായി ഹോൺ അടിച്ചു. ഹോൺ അടിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്ന രണ്ടുപേർ ഓടി സുരേഷിന്റെ കാറിന്റെ അടുത്തേക്ക് എത്തി. അവർ രണ്ടുപേരുടെയും കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നു. സുരേഷ് വർമ്മയ്ക്ക് ഒന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരുടെ ബുള്ളറ്റ് സുരേഷിന്റെ തലയിലേക്ക് തറച്ചു കയറി. സുരേഷ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. മഹാവീർ പ്രസാദിനും ശാന്തിക്കും ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. വളരെ ദാരിദ്ര്യം നിറഞ്ഞ വളരെ കഷ്ടത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിലാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞിന് വളരെ വ്യത്യസ്തമായ ഒരു ജന്മചിഹ്നം തലയുടെ വലത്തെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് സുരേഷ് വർമ്മയുടെ തലയിലേക്ക് ബുള്ളറ്റ് തറച്ചു കയറിയ അതേ സ്ഥാനത്തായിരുന്നു ആ ജന്മചിഹ്നം. മഹാവീറിന്റെയും ശാന്തിയുടെയും ഏഴാമത്തെ മകനായിട്ടാണ് ടൊറൻ സിംഗ് ജനിക്കുന്നത്. ടിറ്റു എന്നായിരുന്നു അവനെ വീട്ടിൽ വിളിക്കുന്നത്. മഹാവീറും ശാന്തിയും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ മക്കളെയും വളർത്തിയിരുന്നത്. ടിറ്റു വളരെ വിചിത്രമായിട്ടായിരുന്നു കുഞ്ഞുനാൾ മുതലേ പെരുമാറിയിരുന്നത്. അവന് സംസാരിക്കുവാനുള്ള പ്രായമായപ്പോൾ അവൻ അവന്റെ മാതാപിതാക്കളുടെ ദാരിദ്ര്യത്തെയും അവരുടെ വസ്ത്രങ്ങളെയും പരിഹസിക്കുവാൻ തുടങ്ങി. അതും കൂടാതെ ടിറ്റു എന്ന മാതാപിതാക്കൾ വിളിക്കുമ്പോൾ താൻ ടിറ്റു അല്ല സുരേഷ് വർമ്മ എന്നാണ് തന്റെ പേരെന്നും തന്നെ ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ മതിയെന്നൊക്കെ ടിറ്റു പറഞ്ഞു തുടങ്ങി. പ്രായത്തിന്റെ കുസൃതിയും വികൃതിയും ആയിരിക്കാമെന്ന് കരുതി മാതാപിതാക്കൾ അത് ആദ്യമൊന്നും കാര്യമാക്കിയില്ല. എന്നാൽ പ്രായം കൂടുന്തോറും കൂടുതൽ നിഗൂഢതകളും വിചിത്രവുമായ കാര്യങ്ങൾ ടിറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വളരെ ദേഷ്യപ്പെട്ട് ഗ്ലാസ് പ്ലേറ്റുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ടിറ്റു ഇങ്ങനെ പറഞ്ഞു: നിങ്ങളല്ല എന്റെ മാതാപിതാക്കൾ. എന്റെ മാതാപിതാക്കൾ ആഗ്രയിലുള്ളവരാണ്. എന്റെ പേര് ടിറ്റു എന്നോ ടൊറൻ സിംഗോ എന്നല്ല, സുരേഷ് വർമ്മ എന്നാണ് എന്റെ പേര്. എനിക്ക് ആഗ്രയിൽ ഒരു ബിസിനസ് ഉണ്ട്. സുരേഷ് റേഡിയോസ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. വലിയൊരു സമ്പന്നനായിരുന്നു ഞാൻ. എനിക്ക് ഈ ചെറ്റക്കുടിലിൽ താമസിക്കുവാൻ കഴിയില്ല. എന്നെ 5 വർഷം മുമ്പ് 2 പേർ കൊലപ്പെടുത്തിയതാണ്. എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. എന്നെയും കാത്ത ഒരു ഭാര്യയും 2 മക്കളുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേട്ടതോടെ മാതാപിതാക്കളും ടിറ്റുവിന്റെ സഹോദരങ്ങളും അമ്പരന്ന് നിന്നു. ഇതിലെന്തേലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ടിറ്റുവിന്റെ മൂത്ത സഹോദരനായ അശോക് ആഗ്രയിലേക്ക് ചെന്ന് അന്വേഷണം തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ആഗ്രയുടെ തിരക്കുള്ള മാൾ റോഡിൽ അശോക് ടിറ്റു പറഞ്ഞ ആ സ്ഥാപനം കണ്ടു. അങ്ങനെ അശോക് ആ പരിസരത്തുള്ള ആളുകളോട് ആ സ്ഥാപനത്തെ പറ്റി അന്വേഷിക്കുവാൻ തുടങ്ങി. സുരേഷ് വർമ്മയുടെ കടയായിരുന്നു അത്. അയാളെ 5 വർഷം മുമ്പേ ആരൊക്കെ ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു. സുരേഷ് വർമ്മയ്ക്ക് റേഡിയോ കച്ചവടത്തിന്റെ മറവിൽ ഒരുപാട് നിയമവിരുദ്ധമായ പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ പെട്ടെന്ന് സമ്പന്നനായത്. നിയമവിരുദ്ധമായ ബിസിനസ് വഴി പണം ഒരുപാട് സമ്പാദിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് ഇഷ്ടം പോലെ ശത്രുക്കളും ഉണ്ടായിരുന്നു. അതിലെ ആരെങ്കിലും ആയിരിക്കാം സുരേഷ് വർമ്മയെ വകവരുത്തിയത്. ഇപ്പോൾ ആ കട ഏറ്റു നടത്തുന്നത് അയാളുടെ ഭാര്യ ഉമയാണ്. ടിറ്റു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അശോകിന് ബോധ്യമായി. എന്നാൽ ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അശോകിന് ഒരു പിടിയുമില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ച് അശോക് ആ കടയിലേക്ക് കയറി ചെന്നു. സുരേഷിന്റെ ഭാര്യ ഉമ അവിടെ ഉണ്ടായിരുന്നു. അശോകിന് എല്ലാ വിവരവും അവരോട് തുറന്നു പറയേണ്ടി വന്നു. തന്റെ ഭർത്താവ് ആരുടെ മകനായി പുനർജനിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഉമ ടിറ്റുവിനെ കാണുവാൻ വാശി പിടിച്ചു. അങ്ങനെ ഉമയും സുരേഷിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കൂടി ടിറ്റുവിനെ കാണുവാൻ ആഗ്രയിൽ നിന്നും 13 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്തിരിക്കുന്ന ബാദ് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവർ ടിറ്റുവിന്റെ അടുത്തേക്ക് എത്തി. തന്റെ പ്രിയപ്പെട്ടവരെ കണ്ട സന്തോഷത്തിൽ ടിറ്റു അവരെയെല്ലാം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ശേഷം ടിറ്റു അവർ വന്ന കാറിന്റെ അടുത്തേക്ക് ഓടി. ഇതെന്താ മാരുതി കാറിൽ? എന്റെ ഫിയറ്റ് കാർ എവിടെ? സുരേഷിന്റെ കുടുംബം ആകെ ഞെട്ടി വിറച്ചു നിന്നു. ടിറ്റു ചോദിച്ച ആ ഫിയാറ്റ് കാർ അവർ സുരേഷിന്റെ മരണത്തിന് ശേഷം വിറ്റിരുന്നു. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്ന് അറിയുവാനായി സുരേഷിന്റെ കുടുംബം ടിറ്റുവിനെ കാറിലിരുത്തി ആഗ്രയിലേക്ക് കൊണ്ടുപോയി. ടിറ്റുവിനെ അറിയിക്കാതെ അവർ സുരേഷ് റേഡിയോസിന്റെ മുമ്പിൽ കൂടി കാർ ഓട്ടിച്ചു പോയി. നിർത്ത്, അതല്ലേ നമ്മുടെ കട, വാ കയറിയിട്ട് പോവാം. ഇതൊരിക്കലും ഒരു ഉടായ്പല്ല എന്ന് അവർക്ക് ബോധ്യമായി തുടങ്ങി. ശേഷം ടിറ്റു കടയിൽ പ്രവേശിച്ചു. എന്താ ഇത്, പുതിയ ഷോക്കേസ് ഒക്കെ? ഇതെപ്പോഴാ വെച്ചത്? ഇതോടെ സുരേഷിന്റെ കുടുംബം അത് ഉറപ്പിച്ചു. മരിച്ചുപോയ സുരേഷ് തന്നെയാണ് ടിറ്റു എന്ന്. കാരണം ടിറ്റു പറഞ്ഞതുപോലെ ആ ഷോക്കേസ് സുരേഷിന്റെ മരണത്തിന് ശേഷം പണിതതായിരുന്നു. അങ്ങനെ സുരേഷ് വർമ്മയുടെ തിരിച്ചുവരവ് അവിടെ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ആ കേസ് കോടതി വരെ എത്തി. ഒരുപാട് മാധ്യമങ്ങളും ആ കേസ് ഏറ്റെടുത്തിരുന്നു. അങ്ങനെ ടിറ്റു എല്ലാ സത്യങ്ങളും തെളിവുകളും കോടതിക്ക് മുമ്പിൽ നിരത്തി. തന്റെ കൊലയാളികൾ തന്റെ ബിസിനസ്സിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുവനാണെന്ന് ടിറ്റു കോടതിക്ക് മുമ്പിൽ പറഞ്ഞു. അങ്ങനെ ആ കൊലയാളിയെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു.
ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ സൈക്യാട്രിസ്റ്റായ ഇയാൻ സ്റ്റീവൻസൺ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ശരീരത്തിലുള്ള മുറിവുകളാണ് ഈ ജന്മത്തിൽ ജന്മചിഹ്നമായി മാറുന്നതെന്ന്. അങ്ങനെ കോടതിയും ആ കാര്യം ഉറപ്പിച്ചു. സുരേഷ് വർമ്മയുടെ പുനർജന്മമാണ് ടിറ്റു എന്ന്. മാധ്യമങ്ങളെല്ലാം ഈ കേസ് ഏറ്റെടുത്തു. ഇത്രയും ഭയാനകമായ ഒരു കേസായതുകൊണ്ട് തന്നെ രാജ്യമൊട്ടാകെ ഈ കേസ് പടർന്ന് പന്തലിച്ചു. മാധ്യമങ്ങൾ ഇതിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ തെളിവുകൾക്കായി അവർ ഒരുപാട് അലഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ ഒരു തെളിവ് അവരുടെ കയ്യിൽ വന്നു ചേർന്നു. സുരേഷ് വർമ്മ മരിച്ച അതേ വർഷം തന്നെയാണ് ടിറ്റുവിന്റെ ജനനം എന്നായിരുന്നു കോടതിയിൽ നിരത്തിയ റിപ്പോർട്ട്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ടിറ്റു ജനിച്ച ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന വർഷം 1982 എന്നായിരുന്നു. അതായത് സുരേഷ് മരിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ്. സുരേഷ് മരിക്കുന്നതിന് മുമ്പ് ജനിച്ച ടിറ്റു എങ്ങനെ സുരേഷിന്റെ പുനർജന്മമാവും? ഈ ചോദ്യം അവരെ വല്ലാണ്ട് കുഴപ്പിച്ചു. ടിറ്റുവും കുടുംബവും നടത്തിയ ഒരു തട്ടിപ്പ് നാടകമായിരുന്നോ ഇത്? ഒരുപാട് ഗവേഷണത്തിന് ശേഷം അവർക്ക് അതിന്റെ ഉത്തരം ലഭിച്ചു. എല്ലാവരുടെയും ഉള്ളിലും ആഴത്തിൽ ഭീതി ജനിപ്പിച്ച ഒരു ഉത്തരമായിരുന്നു അത്. റീപ്ലേസ്മെന്റ് റീഇൻകാർനേഷൻ. റീപ്ലേസ്മെന്റ് റീഇൻകാർനേഷൻ ഒരു കണ്ടീഷനാണ്. അതായത് മരിച്ചുപോയ ഒരാളുടെ ആത്മാവ് ജീവനുള്ള ഒരാളുടെ ആത്മാവിനെ മാറ്റി സ്ഥാപിച്ചതിന് ശേഷം ആ ശരീരത്തിൽ തന്നെ ജീവിക്കുന്നതിനെയാണ് റീപ്ലേസ്മെന്റ് റീഇൻകാർനേഷൻ എന്ന് പറയുന്നത്. ഹിന്ദുയിസത്തിൽ ഇതിനെ പാർക്കായ പ്രാവേശ് എന്നാണ് അറിയപ്പെടുന്നത്. സുരേഷിന്റെ മരണത്തിന് ശേഷം ആ ആത്മാവ് ടിറ്റുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ടിറ്റുവിന്റെ ആത്മാവിനെ മാറ്റി സ്ഥാപിച്ചതെന്നാണ് അവസാനമായി അവർ കണ്ടെത്തിയത്. ജെയിംസ് മെറ്റലോക്ക് എന്ന പ്രശസ്തനായ ഒരു ഗവേഷകൻ കൊടുത്ത റിപ്പോർട്ടിൽ ടിറ്റുവിന്റെ തലയുടെ പിറകിൽ 3 പാടുകൾ വന്നതായി പറയുന്നുണ്ട്. അത് ടിറ്റുവിന്റെ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വിട്ടുപോയപ്പോൾ ഉണ്ടായതാണെന്നാണ് ആ റിപ്പോർട്ടിൽ ജെയിംസ് പറയുന്നത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഏതാണ് സത്യം? ഇതെല്ലാം വെറും ഒരു തട്ടിപ്പ് നാടകമായിരുന്നു, അതോ ഇതെല്ലാം സത്യമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.